നമസ്കാരം. UAEcarloan.com സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ സർവീസ് 10 ആളുടെ അടുത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ മാത്രമായിട്ട് ഇതെല്ലാവരും കാണണം. അപ്പോൾ ഇന്നത്തെ ചോദ്യം, ഏതൊക്കെ മോഡൽ വണ്ടികൾക്ക് കാർ ലോൺ കിട്ടും? അതായത് ഏതൊക്കെ ഇയർ ഓഫ് മോഡൽ വണ്ടികൾക്കായിരിക്കും കാർ ലോൺ കിട്ടുക എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സംശയത്തെക്കുറിച്ച് നമുക്ക് പോകാം. 2010 മോഡൽ വണ്ടികൾ അല്ല, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടി പഴയ മോഡൽ വണ്ടികൾ, പുതിയ മോഡൽ വണ്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ പഴയ മോഡൽ വണ്ടികൾക്ക് ലോൺ കിട്ടുമോ? ഒരു നിശ്ചിത ഇയറിന് പുറകിലുള്ളത് കിട്ടില്ല. അത് കുറച്ച് ഉറക്കെ പറയും. ഓക്കെ, അതായത് ബാങ്ക് തീരുമാനിക്കുന്ന ഒരു ഇയർ പീരീഡ് ഉണ്ട്. അതിനുശേഷമുള്ള വണ്ടികൾക്ക് മാത്രമേ നമുക്ക് ലോൺ കിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഡിപ്പെൻഡ് ആണ്. എല്ലാ ബാങ്കും ഒരേ രീതിയിലാണ് തീരുമാനിക്കുക? ഒരിക്കലും ആയിരിക്കില്ല. ബാങ്ക് എപ്പോഴും തീരുമാനിക്കുക, ഓരോ ബാങ്കിനും അവരുടേതായിട്ടുള്ള ഓരോ കോൺസെപ്റ്റ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, ഇയർ ഓഫ് മോഡൽ ഉണ്ടാവും. അപ്പൊ ചില ബാങ്കുകൾ 2013 തൊട്ടുള്ള മോഡലുകൾക്ക് വേണ്ടി ലോൺ ചെയ്യും അല്ലെ? ചില ബാങ്കുകൾ 2013 മോഡൽ വണ്ടികൾക്ക് ലോൺ ചെയ്യോ? ഇല്ല. ചില ബാങ്കുകൾ 2014 മോഡൽ വണ്ടി ലോൺ ചെയ്യും. ചില ബാങ്കുകൾ, എല്ലാ ബാങ്കുകളും 2014 മോഡൽ വണ്ടി ലോൺ ചെയ്യോ? എല്ലാ ബാങ്കുകളും ചെയ്യില്ല. 2012 മോഡൽ വണ്ടികൾക്ക് ഏതെങ്കിലും ബാങ്ക് ലോൺ ചെയ്യോ? ഒരു ബാങ്ക് ചെയ്യില്ല. അപ്പൊ അതിന്റെ സിമ്പിൾ ലോജിക്ക് ഇത്രേ ഉള്ളൂ. 2012 താഴത്തേക്ക് വരുന്ന ഇയർ ഓഫ് മോഡൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് ലോൺ ചെയ്യില്ല. 2012 താഴത്തേക്കാണെങ്കിൽ 2012 ചെയ്യോ? അതും ചെയ്യില്ല. മിനിമം ചെയ്യാനായിട്ട് വേണ്ട മോഡൽ എന്ന് പറഞ്ഞാൽ 2013 ആണ്. പക്ഷെ ഇത് എല്ലാ ബാങ്കും ചെയ്യില്ല. നമ്മളുടെ സാലറി പ്രൊഫൈല് കാര്യങ്ങൾ അനുസരിച്ച് എല്ലാവർക്കും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്കിപ്പോൾ സ്വാഭാവികം നമ്മളോട് ചോദിക്കും, 2013 വണ്ടി ഞാൻ ലോൺ എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് 2013 ഞങ്ങളുടെ നിങ്ങൾക്ക് ഒരു 5 വർഷത്തേക്ക് ലോൺ ചെയ്യേ, അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് നമുക്ക് ലോൺ വേണ്ടേ എന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും നോക്കുന്ന EMI അല്ലേ? എന്താ EMI അറിയോ? എവരി മന്ത് ഇൻസ്റ്റാൾമെന്റ്, അതായത് എല്ലാ മാസവും അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെന്റാണ് EMI എന്ന് പറയുക. അപ്പോൾ ഈ EMI എങ്ങനെയാണ് നമ്മൾ കണക്കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ലോൺ എമൗണ്ട് അല്ലെ, എത്ര മാസത്തേക്കാണ്, എത്ര വർഷത്തേക്കാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് EMI വരാൻ പറ്റുക. എല്ലാവരും വിളിച്ചിട്ട് അതിപ്പോ ആരും നമ്മൾ കളിയാക്കാനോ കുറ്റം പറയാനോ പറയുന്നതല്ല. സ്വാഭാവികമായിട്ടും അല്ലെ, അവർക്കുണ്ടാകുന്ന സംശയമായിരിക്കും, എങ്ങനെയായിരിക്കും ലോൺ കിട്ടുക, അല്ലെങ്കിൽ എൻ്റെ EMI എത്രയാവും എന്ന് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും. EMI അറിയണമെങ്കിൽ ആദ്യം അയാൾക്ക് ലോൺ കിട്ടുകയോ ഇല്ലയോ നമ്മൾ അറിയണം, ശരിയല്ലേ? ലോൺ കിട്ടിക്കഴിഞ്ഞെന്നിരിക്കട്ടെ, കിട്ടുമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഏതൊക്കെ മോഡൽ വണ്ടികൾക്കായിരിക്കും ലോൺ കിട്ടുക, അയാൾക്ക് എത്ര രൂപ വരെ ആയിരിക്കും ലോൺ കിട്ടുക എന്നറിയണം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ ഡോക്യുമെന്റ്സ് അയച്ചു തരാമെന്ന് പറയുക. ഈ ഡോക്യുമെന്റ്സ് അയച്ചു തരാതെ ഇപ്പൊ നമ്മളിത് വാങ്ങിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇപ്പോൾ അവരോട് ഒരു EMI പറഞ്ഞാൽ അവർ ഓൾറെഡി പോയി കാണുന്നു. 3000 രൂപ ശമ്പളം ഉള്ള ഒരാള് 2013 ലോൺ വണ്ടി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ നമ്മൾ 2013 ലോൺ കൊടുക്കുമെന്ന് നമ്മൾ പറയണ്ടില്ലേ? അപ്പോ അത് ഓരോ ക്രൈറ്റീരിയ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് സാലറിയും വണ്ടിയുടെ മോഡലും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കും. അതെ, അതാണ് അതിന്റെ മെയിൻ റീസൺ. കറക്റ്റ് അത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, സാലറി, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി, നമ്മളുടെ പ്രൊഫൈല് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ 3000 രൂപയുള്ള ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ മോഡൽ എന്ന് പറഞ്ഞ്, അതായത് 3000-നും 5000-നും ഇടയ്ക്ക് സാലറി കിട്ടുന്ന ഒരാൾക്ക് ഏത് മോഡല് വരെ, അല്ലെങ്കിൽ ഏത് മോഡല്, അതെ, 2015 തൊട്ടുള്ള വണ്ടികൾക്ക് ലോൺ കിട്ടും. പക്ഷെ 2015 വർഷം അത് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 1 വർഷത്തേക്കായിരിക്കും അല്ലേ? 1 വർഷത്തേക്ക് നമ്മൾ 2000, ഉദാഹരണം പറയാം, ഇപ്പോ 3000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ, അയാൾക്ക് മാക്സിമം അടയ്ക്കാൻ പറ്റുന്ന EMI ഒരു 500 രൂപ 600 രൂപയായിരിക്കും. അതായത് കുടുംബത്തിൽ പിറന്ന ആൾക്കാർക്കുണ്ടോ, അതായത് കുടുംബമുണ്ട് അല്ലെ, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്ക് വേറെ ഒന്നും അടിച്ചു പൊളിക്കാനാണ്, എന്നാൽ പിന്നെ അവർക്ക് 2000 രൂപ 3000 രൂപ EMI കൊടുക്കാം, എനിക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടെന്ന് പറയുന്ന കേസിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. കാരണം സാലറിയുടെ 50% മാത്രമാണ് നമുക്ക് ലോൺ എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പോൾ 1500 വരെ അടയ്ക്കാൻ പറ്റുള്ളൂ മാക്സിമം. അത് എല്ലാ കേസിലും പറ്റില്ല, ശരിയല്ലേ? കാരണം ഒരാൾ കാർ ലോൺ എടുത്താൽ മാത്രം പോരല്ലോ. അപ്പൊ അതുകൊണ്ട് അതും പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് വരാം. 2015 മോഡലാണ് എടുക്കുന്നതെങ്കിൽ 10000 രൂപയാണ് എടുക്കുന്നതെങ്കിൽ 1 വർഷത്തേക്കാണ് ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏകദേശം 1000 രൂപയോളം നമുക്ക് EMI വരും. പക്ഷെ 10000 രൂപയ്ക്ക് ലോൺ കിട്ടുമോ? ഇല്ല. മിനിമം ലോൺ എമൗണ്ട് 20000 രൂപയെങ്കിലും വേണം. അപ്പൊ 20000 രൂപയുള്ള കിട്ടുന്ന ഒരു കേസിൽ അല്ലെ, 20000 രൂപ ലോൺ എമൗണ്ട് വരുന്ന കേസിൽ ഏകദേശം 2000 രൂപയുടെ EMI വരും. 2000 എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് അല്ലേ? ഈ 2000 രൂപ EMI വന്നു കഴിഞ്ഞാൽ
ശരിയാണ്, ക്ലിയർ അല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ? 2000 രൂപ EMI വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അടയ്ക്കാൻ പറ്റുമോ? അയാൾ അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ പോലും ബാങ്ക് സമ്മതിക്കില്ല. കാരണം DBR എന്നുള്ള സാധനം കൂടി ഇവിടെ വരും, 50% വരും. അപ്പോൾ 5000 രൂപയുള്ള ആൾക്ക് 2015 തൊട്ട് മോഡൽ വണ്ടിക്ക് ലോൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും അയാൾ എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഏത് മോഡൽ വണ്ടി എടുക്കണം? 2019 മോഡൽ അല്ലേ? കാരണം 19 മോഡൽ എന്തിനാ വണ്ടി എടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19 മോഡൽ വണ്ടി എടുക്കുമ്പോൾ അയാളുടെ EMI എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കും. കാരണം അയാൾക്ക് മാക്സിമം കിട്ടാവുന്നത് 5 വർഷത്തേക്ക് പോകും. നമ്മളൊരു കാർ ലോൺ നമ്മൾ എടുക്കുമ്പോൾ മിനിമം കിട്ടാവുന്ന വർഷം 1 വർഷവും അല്ലേ, മാക്സിമം കിട്ടാവുന്നത് 5 വർഷമാണ്. അപ്പോൾ 1 വർഷത്തേക്ക് നമ്മൾ നേരെ അടച്ച് ഏറ്റവും നല്ലതാണ് നമ്മൾ 1 വർഷത്തേക്ക് നമ്മൾ എടുത്തിട്ട് പെട്ടെന്ന് അടച്ചു തീർക്കാമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ. പക്ഷെ നമുക്കിടയിൽ വെച്ചൊരു ജോലി നഷ്ടപ്പെടുകയോ നമുക്കൊരു ജോലി ചേഞ്ച് ചെയ്യുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ EMI നമ്മളെ കൊന്നുകളയും അല്ലേ? ഒരിക്കലും അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ കാരണം ഇതിനാകെ നിസ്സാര പലിശയുള്ളൂ. ഈ പലിശ ഇനിയിപ്പോൾ പലിശ ഇനിയിപ്പോൾ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, 5%, 6%, എത്ര ഉണ്ട് തന്നെ ഇരിക്കട്ടെ. നമ്മൾ പറയുന്നത് 5000 രൂപയുടെ കേസാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് അടച്ചു തീർത്തു കഴിഞ്ഞാൽ ലോണിന്റെ ആ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് വേവ് ചെയ്തിട്ട് 1% മാത്രമായിട്ട് കുറഞ്ഞു കിട്ടും. പിന്നെ ഇത് ഇങ്ങനെയുള്ള ശമ്പളം ഒരാളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ ആദ്യം വണ്ടി കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും കാശ് കൊടുത്തിട്ട് വണ്ടി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയൊരു വണ്ടി, അതായത് ഇപ്പൊ ചെറിയൊരു വിലയുടെ വണ്ടി, അങ്ങനെയല്ല പറയാ, ചെറിയൊരു വിലയുടെ വണ്ടി കുറഞ്ഞ കാലത്തേക്ക് ലോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടമായിരിക്കും. കാരണം ഈ ഓൺ റോഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ഒരിക്കലും മാറി നിൽക്കില്ല. ബാങ്ക് ലോൺ വരുമ്പോൾ വീണ്ടും 2500 രൂപ 3000 രൂപയുടെ വീണ്ടും എക്സ്ട്രാ കയറി വരും. സാധാരണ സംബന്ധിച്ച് നോക്കുമ്പോൾ സാധാരണ 2000 രൂപയാകുമ്പോൾ ഇതിന് 3000 രൂപ വേണ്ടി വരും. 10000 രൂപ ലോൺ എടുക്കുന്ന ആൾക്ക് വീണ്ടും 5000 രൂപ എക്സ്ട്രാ എക്സ്പെൻസ് ആവെന്ന് പറയുമ്പോൾ അയാൾ അപ്പം തന്നെ ഇട്ടിട്ട് അയാൾ ഓടിപ്പോകും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ചെറിയൊരു വണ്ടി കയ്യിലുള്ള കാശ് വെച്ചിട്ട് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഏറ്റവും എന്താണ് ചെറിയ സാലറിക്ക് കിട്ടുന്ന മാക്സിമം മോഡൽ എടുക്കാൻ പറ്റുന്ന അതൊന്ന്, അതിനെപ്പറ്റി ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെയുള്ളൊരു കേസിൽ നമ്മുടെ UAE ഓട്ടോ ലോൺസ് റോൾ എന്തായിരിക്കും? അതായത് വളരെ ചെറിയ സാലറി അയാൾക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം മോഡല്, അവിടെ നമ്മുടെ റോൾ എന്താ? നമ്മുടെ റോൾ വളരെ ക്ലിയർ ആണ്. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ കാശില്ലാണ്ട് നമ്മൾ നേരെ പോയിട്ട് വണ്ടി വാങ്ങിക്കുമ്പോൾ അല്ലെ, നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ സാധാരണ ഇപ്പോ മഹിമയുടെ അവസ്ഥ എനിക്കറിയാൻ വയ്യ. ബാക്കി ഇപ്പൊ എന്നെയും മിഥുനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ ചെറിയ സാലറി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. മിഥു വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ കാലങ്ങൾക്ക് മുന്നേ വളരെ ചെറിയ സാലറിക്ക് വർക്ക് ചെയ്ത ഒരാളാണ്. നമ്മൾ ഒരാളുടെ അടുത്തേക്ക് ഒരു വലിയൊരു കാർ കമ്പനിയിലേക്ക്, കാർ ഷോറൂമിലേക്ക് നമുക്ക് പോകുമ്പോൾ എനിക്കുണ്ടായ ഫീലാണോ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് കാല് വയ്ക്കാൻ തന്നെ പേടിയായിരിക്കും. വലിയ ആൾക്കാർ നമ്മൾ കാണും, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. വലിയ ആൾക്കാർ അല്ലേ, ഇവരൊക്കെ അടുത്ത് പോയിട്ട് നമുക്കൊന്ന് ബാർഗെയിൻ ചെയ്യാനോ ഇതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയാനോ ഒക്കെ നമുക്ക് ഭയങ്കര നമ്മളെ നിശ്ചയിച്ചുറപ്പിച്ച ഒരു തുക വെച്ച് നമുക്കൊരു ബാർഗെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതല്ല, നമുക്ക് പേടി വരും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒന്ന് സംസാരിക്കാനും ഒന്ന് ബാർഗെയിൻ ചെയ്യാനൊക്കെ പേടി വരും. ഒന്നാമത് നമ്മളതിൽ പൈസ കോൺഫിഡൻസ് ഇല്ലായ്മ. ഇപ്പോ ബർഗർ കിങ്ങില് ഇപ്പോ ഒരു കാലത്ത് എനിക്ക് ബർഗർ കിങ് എന്നല്ല, KFC, ബർഗർ കിങ് ഇവിടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ വെക്കാൻ പേടിയായിരുന്നു. ഇത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ, ഇവിടെ എന്തൊക്കെയാ ഫുഡാ ഉള്ളത് അല്ലെ? നമ്മൾ സാധാരണ പൊറോട്ടയും ഒരു 2 ദിവസം കഴിഞ്ഞാൽ 6 രൂപ തീർന്നു, അല്ലെങ്കിൽ 8 രൂപ തീർന്നു. ഇവിടെ വരുമ്പോൾ എത്ര രൂപയാവും? ഈ പേടി ഭയങ്കര. പിന്നെ ഇവര് ചോദിക്കും സ്പൈസി വേണോ, ഇത് വേണോ. അവസാനം നമ്മൾ ഇവർ എന്തൊക്കെ പറഞ്ഞല്ല ISS പറഞ്ഞു കഴിയുമ്പോൾ 25 രൂപ കണ്ട സാധനം വാങ്ങിച്ചിട്ട് 35 രൂപയാവും. ശരിയല്ലേ? അത് മഹിമയ്ക്ക് അനുഭവം ഉണ്ടാവും ചിലപ്പോൾ അല്ലേ? നമുക്ക് മനസ്സിലാവില്ല ഇവർ എന്തൊക്കെയാണ് ചോദിക്കണേ, എന്തൊക്കെയാണ് ഇവർക്ക് വേണ്ടത്. അവസാനം ഇപ്പൊ KFC വാങ്ങിച്ചവർക്ക് അറിയാം, സ്പൈസി ചിക്കൻ വേണോ നോർമൽ വേണമെന്ന് ചോദിക്കുമ്പോൾ സ്പൈസി എക്സ്ട്രാ വലിയ സ്പൈസി വേണ്ട, നോർമൽ മതി എന്ന് പറയും. നോർമൽ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ചിക്കൻ ആയിരിക്കില്ല വരണേ. അത് അനുഭവം ഉള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ശരിയല്ലേ പറഞ്ഞേ? അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിനകത്ത് വലിയ പ്രാധാന്യമായിരിക്കും. നമ്മുടെ ഓപ്ഷൻ ഇതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ ആദ്യമേ കാശങ്ങ് തരും. ഈ കാശും കൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് നേരെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി ഏതോ സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കാം. എന്നിട്ട് ആ വണ്ടി വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റ് ആക്കിയിട്ട് ബാങ്കിൽ തന്നെ ലോൺ ചെയ്തു തരും. ഇതാണ് നമ്മൾ ചെയ്യുന്ന സർവീസ്. അപ്പോൾ കയ്യിൽ ക്യാഷ് ഉള്ളപ്പോൾ നമുക്ക് എവിടെയും പോയി ബാർഗൻ ചെയ്യാം. ഇൻഡിവിജ്വൽ സെല്ലറുടെ വണ്ടി വാങ്ങിക്കാം, ഡീലറുടെ അടുത്ത് വണ്ടി വാങ്ങിക്കാം, എവിടെ നിന്ന് വണ്ടി വാങ്ങിക്കാം. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇനി അത് കൂടാതെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരികയും ചെയ്യും. വിശദമായിട്ട് പറഞ്ഞു തന്നെ ചെയ്തു തരും. പിന്നെ ഇതിനേക്കായൊക്കെ ഉപരി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ കാശ് കൊടുത്ത് നമ്മൾ വണ്ടി വാങ്ങിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്ന് പറയുമ്പോഴും ഞാൻ പറയാവുന്ന വിഷയത്തിൽ മാറിപ്പോയി, ഞാൻ ജസ്റ്റ് മറന്നു കേട്ടോ.
നമ്മൾ ഇപ്പോൾ ക്യാഷായിട്ട് നേരെ പോകുന്നു അല്ലേ, ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ഇൻ കേസ് ലോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നത്തിലായി പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ ഡോക്യുമെന്റ് നിങ്ങളെ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അല്ലെ അങ്ങനെയല്ല നമ്മൾ ചെയ്യാം. ഡോക്യുമെന്റ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എലിജിബിൾ ആണോ, നിങ്ങൾക്ക് എത്ര രൂപ വരെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നേരെ പോയിട്ട് ഈ വിൽക്കാനുള്ള ആളുടെ ക്യാഷ് കൊടുക്കാനുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിൽ തരും. നേരെ പോവുക, വണ്ടി വാങ്ങിക്കുക. വണ്ടി വാങ്ങിച്ചതിന് ശേഷം അത് വീണ്ടും ബാങ്കിൽ നമ്മൾ 0 ഡൗൺ പേയ്മെന്റ് ആയിട്ട് ലോൺ ആക്കി ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനി അല്ല, കാര്യങ്ങളല്ല, നമുക്ക് ചെറിയ ചാർജസ് ഒക്കെ ഉണ്ട്. കാരണം ജീവിക്കാൻ ചെറിയ ചാർജസ് ആവശ്യമായതുകൊണ്ട് ചെറിയ ചാർജസ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ഭാവിയിൽ ചെയ്യാം. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ 3000 രൂപ മുതൽ 5000 രൂപ ആയിക്കോട്ടെ, അതിന് മുകളിലേക്ക് ആയിക്കോട്ടെ, ഏതിലും ആദ്യം എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ആദ്യം അപ്ലൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് ആദ്യമേ നമുക്ക് അയച്ച് തന്നാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പേടിണ്ടാവും. എൻ്റെ ഡോക്യുമെന്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഇത് അങ്ങനത്തെ യാതൊന്നും നമുക്ക് ചെയ്യാനോ ഇല്ല, ചെയ്യിപ്പിക്കാനോ ഇല്ല. വളരെ സിമ്പിളാണ്. നമുക്ക് ഓഫീസുണ്ട്. ഓഫീസുള്ള ദുബായിലാണ്, കിസൈസിലാണ്, മദീന മോളിലാണ്. അപ്പോൾ ഓഫീസിലേക്ക് വരുന്ന തരണമെങ്കിൽ അങ്ങനെ തരാം അല്ലെ. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. പിന്നെന്തായിരുന്നു, ഡോക്യുമെന്റ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞല്ലോ, ഈ ചില സാലറിയിൽ 2013 തൊട്ടുള്ള വണ്ടികൾ ലോൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 13 മോഡലിന് എല്ലാ ഡോക്യുമെന്റിനും പറ്റില്ല, ചില ഡോക്യുമെന്റിന് മാത്രമേ പറ്റുള്ളൂ. 13 മോഡലിന് 1 വർഷം ചെയ്യാൻ പറ്റും, 14 മോഡലിന് 2 വർഷം ചെയ്യാൻ പറ്റും, 15 മോഡലിന് 3 വർഷം, 16 മോഡലിന് 3 വർഷം 4 വർഷം, 17 മോഡലിന് 5 വർഷം, 18 മോഡലിന് എത്ര വർഷം? 5 വർഷം, 19 മോഡലിന് 5 വർഷം. കാരണം എന്താണ്, 5 വർഷത്തിന് മേലെ നമുക്കൊരു കാർ ലോണും ചെയ്യാൻ സാധിക്കില്ല. മിനിമം ചെയ്യാൻ പറ്റുന്നത് 1 വർഷം. പക്ഷെ 1 വർഷം എല്ലാവരും പറയുന്നത് 1 വർഷം കൊണ്ട് അടച്ചോളാം. പക്ഷെ DBR കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലാണ് അതൊക്കെ ആ ഭാഗത്തേക്ക് പിന്നെ വരാം. അതെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സാലറി, കമ്പനി, നമ്മുടെ പ്രൊഫൈല്, നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വണ്ടിയുടെ ഇയർ ഓഫ് മോഡൽ, എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഏത് കേസിലും UAE ഓട്ടോ ലോൺസിന്റെ റോൾ എന്ന് പറയുന്നത് ഇത് മുഴുവൻ ചെയ്തു കൊടുക്കുകയും മാത്രമല്ല, ഇത് മുഴുവൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും അല്ലെ, അവർക്ക് കൊടുക്കാനുള്ള ക്യാഷും കൊടുക്കും. ക്ലിയർ ആയിട്ട് പോയിട്ട് വണ്ടി വാങ്ങിക്കാം. അപ്പൊ ചെറിയ കാശം വെക്കും അല്ലെ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.